അടുത്തത് വൃശ്ചിക കൂറാണ്, സ്കോർപ്പിയോ എന്നാണ് അതിൻ്റെ പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട, ഈ 3 നക്ഷത്രക്കാർ ആണ് വൃശ്ചികൻ രാശിയിൽ വരിക. വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ഗുരുശുക്ര യോഗം വരുന്നത്. പല തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും ഒക്കെ ജീവിതത്തിൽ, കരിയറിലും ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ഉണ്ടാകാവുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ നിശ്ചയിക്കുക, എന്നാൽ താൻ വിചാരിച്ച പോലെ അല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, ചെയ്തു വന്നിരുന്ന പ്രവൃത്തിയിൽ ചില ബ്ലോക്കുകൾ ഉണ്ടാകുക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ചില പ്രത്യേക സിറ്റുവേഷൻസിലേക്കൊക്കെ, അതായത് മാറ്റിവെക്കാൻ പറ്റാത്ത അഥവാ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ എന്ത് വേണം എന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷനിലേക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി സംബന്ധിച്ചും ഒരു റീതിങ്ക് ചിലപ്പം വേണ്ടിവരും. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അതായത് ചിലപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ നടത്തുന്നവർ ഈ ഒരു മേഖല വിട്ടിട്ട് മറ്റൊരു മേഖലയിലേക്ക് മാറണമോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി അഥവാ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവർ ഇതൊന്ന് വിട്ടിട്ട് മറ്റൊരു മേഖലയിലേക്ക് മാറുന്നതാണോ നല്ലത് എന്നൊക്കെയുള്ള ചിന്തയുണ്ടാവും. അതുകൊണ്ട് യഥാസമയം അത് വേണ്ട രീതിയിൽ ചിന്തിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ചില ഫെയിലിയറൊക്കെ ഉണ്ടാകാവുന്നതാണ്. ധനകാര്യം സംബന്ധിച്ച് ധനപരമായിട്ട് വളരെ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ജോയിൻ്റായിട്ട് നടത്തുന്ന ജോയിൻറ്റ് ഫിനാൻസ് കമ്പനികളോ അല്ലെങ്കിൽ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോ ഒക്കെ ചില നഷ്ടങ്ങളോ ഒക്കെ വരാവുന്നതാണ്. അതുപോലെ പരസ്പര ധാരണയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളോ വിശ്വാസമില്ലായ്മയോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാതിരിക്കുകയായിരിക്കും ഈ സമയത്ത് നല്ലത്. കുടുംബജീവിതത്തിലും അത്ര സുഖകരമല്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരല്പം ഫ്രിക്ഷൻ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റൊരു വലിയ രോഗങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ പോലും പൊതുവേ ഒരു ക്ഷീണം ഉണ്ടാവുക, പൊതുവേ നമുക്ക് ഊർജം കുറയുന്നതായിട്ട് തോന്നുക, ക്ഷീണമുണ്ടാവുക, കൂടുതൽ നേരം ഉറങ്ങണം എന്നൊരു തോന്നൽ വരിക, ഇതൊക്കെ സംഭാവ്യമാണ്. പരിഹാരമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക, അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് ഗ്രഹശാന്തി നടത്തുക, ഇതൊക്കെ നല്ലതാണ്. സുബ്രഹ്മണ്യ സ്തുതികളോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ ക്ഷീരധാര നടത്തുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്.